ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ആളുകളെല്ലാം പൊതുവെ ഭയപ്പെടുന്ന ഒരു സംഗതിയാണ് ആത്മാവിനെ കണ്ടു എന്നുള്ള സംഗതി. അപ്പോൾ ചില പ്രദേശങ്ങളിൽ ആളുകൾക്ക് പോകാൻ ഭയമാണ്. കാരണം അവിടെ എന്തോ ദുർമരണങ്ങൾ നടന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആത്മാവ് അവിടെ ഉണ്ടാവും, ഇവരെ ഉപദ്രവിക്കും എന്നുള്ള ഭയം ഒക്കെ ആളുകൾക്കുണ്ട്. വിശേഷിച്ച് ആത്മഹത്യ ചെയ്ത ആളാണെങ്കിൽ മസ്റ്റായിട്ട് അവിടെ ഉണ്ടാവും എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പലപ്പോഴും ഈ സിനിമകൾക്ക് പങ്കുണ്ട്. സിനിമയിൽ പലപ്പോഴും ഇതിങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ വരുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ആളുകൾ പലപ്പോഴും ചിന്തിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഭയം വരുന്ന കാര്യം. അപ്പോൾ ഈ ഭയം വരുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിവുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതിയെക്കുറിച്ച് അറിവുള്ളതുകൊണ്ടാണ്. അറിവില്ലെങ്കിൽ ആ ഭയം ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് എത്രയോ ലോഡ്ജുകളിൽ കിടന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അല്ലേ? പിന്നീട് നമ്മളറിയാതെ ആ ലോഡ്ജിൽ പോയി ഒരു മുറി എടുത്തോടെ താമസിക്കാൻ നമുക്കെന്തെങ്കിലും ഭയം തോന്നാറുണ്ടോ? ഇല്ല. എന്നാൽ ആരെങ്കിലും ആ മുറി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളോട് ഉടനെന്ന് പറയുകയാണെങ്കിൽ ഈ മുറിക്കകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് ആരും ഈ മുറി എടുക്കാറില്ല എന്നാ പറയുന്നെങ്കിലോ, അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഭയം വരും. അപ്പോൾ വേണ്ടെന്നോ, അല്ലേ? അങ്ങനെയല്ല സാധാരണഗതിയിൽ. അപ്പോൾ അത് ഈ സംഭവം അറിഞ്ഞില്ലെങ്കിലോ ഒന്നുമില്ല, വെറും കൂളായിട്ട് കിടന്നിട്ട് പോരും. അപ്പം ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിവാണ് പലപ്പോഴും അങ്ങനെ ഒരു ഭയത്തിലേക്ക് നയിക്കുന്നത്. ഇനി ആ ഭയത്തിലേക്ക് നയിക്കുന്ന ഘടകമോ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തറഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെ ഒരു ആത്മാവുണ്ട്, അതിങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ച് നടക്കും, നമ്മളെ ഉപദ്രവിക്കും എന്നുള്ള സംഗതി. വിശേഷിച്ച് ഇങ്ങനെയുള്ള ആത്മഹത്യയോ അതല്ലെങ്കിൽ കൊലപാതകമൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് അങ്ങനെ ഉണ്ടെന്നുള്ള ഒരു ഭയമാണുള്ളത്. ഇത് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് സ്പ്രെഡാക്കി ആളുകളുടെ മനസ്സിൽ തറഞ്ഞു പോയ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭയം വരുന്നതിൻ്റെ കാരണം. ഇപ്പോൾ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള സംഗതികൾക്ക് ഒരു മറുവശമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ഇങ്ങനൊരു ആത്മാവിനെ ആരും കണ്ടിട്ടില്ല, മറിച്ച് ചുമ്മാ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നൊരു വിശ്വാസം മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിനിമയിലൂടെയൊക്കെ അതിന് അല്ലെങ്കിൽ സീരിയലുകളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ അങ്ങനെ തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ തക്കണം ചിത്രീകരണങ്ങൾ വരാറുണ്ട്. എന്നാൽ അത് കേവലം സാങ്കല്പികം മാത്രമാണെന്നുള്ളത് ഏറ്റവും ആദ്യമേ ആ പടത്തിൻ്റെ ആദ്യമയോ അല്ലെങ്കിൽ സീരിയലിൻ്റെ ആദ്യമയോ അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഗതിയാണ്, കഥ മാത്രമാണെന്ന് സംബന്ധിച്ച് പലപ്പോഴും പറഞ്ഞെങ്കിൽ പോലും അത് ശ്രദ്ധിക്കുകയല്ല ആളുകൾ. അത് ശ്രദ്ധിക്കുകയല്ല, മറിച്ച് ഇത് ഇങ്ങനെ തലൊളിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാണെന്നുള്ള അവസ്ഥയിൽ. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം. ഈ ആത്മഹത്യ ചെയ്യുന്നതല്ലേ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിനെ ഹത്യ ചെയ്തു, അല്ലേ? ഭ്രൂണഹത്യ എന്ന് പറഞ്ഞാലോ, ഭ്രൂണത്തെ ഇല്ലാതാക്കി, ഭ്രൂണത്തെ ഹത്യ ചെയ്തു, പിന്നെ ഭ്രൂണമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ എന്ന് പറയുമ്പോഴോ ആത്മാവിനെ ഹത്യ ചെയ്തല്ലേ, പിന്നെ ആത്മാവുണ്ടോ? ഇല്ല. അതാണ് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഈ ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനായിരിക്കും? അത് ഈ ആത്മഹത്യ എന്നുള്ളതിന് മറ്റൊരു പദപ്രയോഗം മലയാളത്തിൽ നടത്താറുണ്ടല്ലോ, ജീവൻ ഒടുക്കി, അല്ലേ? ഈ ജീവൻ ഒടുക്കി എന്ന് പറയുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. രണ്ട് ശരിയല്ലേ? അപ്പോൾ ഇച്ചിരി വ്യക്തമായിട്ട് നമുക്ക് ഈ പോയിന്റ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ജീവൻ ഒടുക്കി എന്ന് പറയുമ്പോൾ ജീവൻ ഇല്ലാതാക്കി എന്നാണ്. അതിന് തന്നെയാണ് എന്ത് പറയുന്നത്? ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനെ ഹത്യ ചെയ്തു, ഇല്ലാതാക്കി. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ജീവനല്ലേ ആത്മാവെന്ന് പറയുന്നത്. കണ്ടോ, കറക്റ്റല്ലേ? അപ്പം ജീവനുള്ളൊരു അവസ്ഥയ്ക്കാണ് ആത്മാവ് എന്ന് പറയാൻ. അപ്പോൾ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് അത് തീരുമ്പോൾ ആത്മഹത്യ ചെയ്തു. അപ്പം പിന്നെ ഈ ഭ്രൂണഹത്യ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഭ്രൂണം ഇല്ലല്ലോ, ഉണ്ടോ? അത് തീർന്നുപോയി. അപ്പം ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴും ഈ ആത്മാവിനാണ് ഹത്യ ചെയ്യുന്നത്. പിന്നെ എവിടെയാണ് ആത്മാവുള്ളത്? പിന്നെ ഇല്ലല്ലോ ആത്മാവ്. ചിന്തിച്ചു നോക്കി, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് കേവലം ഒരു സങ്കല്പം മാത്രമാണ്. എന്നാൽ ഈ അനാവശ്യ ഭയം ആളുകളുടെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നല്ലോ, അത് പലപ്പോഴും ഒത്തിരി മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അനാവശ്യമായിട്ടുള്ള ഭയം, ഈ അനാവശ്യമായിട്ടുള്ള ഭയത്തിന് പിടിപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാര ക്രിയകൾ, അതായത് ഇങ്ങനെ ഒരു ആത്മാവ് ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ അത് ആളുകൾ ഉപദ്രവിക്കും, അതിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാൻ തക്കണം ഒത്തിരി കർമ്മങ്ങൾ ക്രിയകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആളുകൾ പൈസ ഒത്തിരി ചിലവഴിക്കുന്നുണ്ട്. അതിനെ നേരത്തെ നോക്കുന്ന ആൾക്കത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാന്നുള്ളൊരു വസ്തുതയാണ്. അതല്ല നേട്ടമുള്ളൂ. അല്ലാതെ ഒരു പിടിച്ചെട്ടിൽ നടക്കല്ല, അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. യാഥാർത്ഥ്യം അല്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് എന്താ പറയാനുള്ളൂ? അതുകൊണ്ട്
അതിലൂടെ ഒത്തിരി പൈസ ഉണ്ടാക്കുന്നുണ്ട്. തന്നെയല്ല ഈ പണനഷ്ടം അങ്ങനെ ഒരു സംഗതി, അനാവശ്യമായിട്ടുള്ള ഭയം അത് വേറൊരു സംഗതി. അതുകൊണ്ട് വരും തലമുറയെ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് ഉചിതമല്ല. അതുകൊണ്ട് മുതിർന്ന ആളുകൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിച്ചു കയറ്റി അവരെ അനാവശ്യമായിട്ടുള്ള ഭയത്തിലേക്കോ അന്ധവിശ്വാസത്തിലേക്കോ തള്ളിവിടാതിരിക്കാൻ ശ്രമിക്കുന്നത് എത്ര നല്ലതായിരിക്കാൻ കഴിയുന്നല്ലോ. ഒരു നല്ല കാര്യങ്ങളെ സസൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അനാവശ്യ ഭയം അവരിൽ അടിച്ചു കയറ്റി അത് തെറ്റായ ഒരു ഡയറക്ഷനിലേക്ക് ഒരു അന്ധവിശ്വാസത്തിലേക്ക് അവരെ നയിച്ച് ഇല്ലാത്ത കാര്യങ്ങളെ വിശ്വസിപ്പിച്ച് പോകുന്ന സംഗതിയല്ല വേണ്ടത്. അത് യാഥാർത്ഥ്യമല്ല, അതുകൊണ്ട് പ്രയോജനമില്ല, നഷ്ടമല്ലാതെ ഒരിക്കലും അത് ലാഭകരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അല്പം ചിന്തിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ പറഞ്ഞ ന്യായവാദങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അത് ശരിയല്ലേ? ഭ്രൂണഹത്യ ചെയ്താൽ ഭ്രൂണമുണ്ടോ? അതുപോലെ ആത്മഹത്യ ചെയ്താൽ ആത്മാവിനല്ലേ ഹത്യ ചെയ്യുന്നത്, പിന്നെ ആത്മാവില്ലല്ലോ. പിന്നെ എന്ത് ആത്മാവിനെ ഭയപ്പെടുമെന്ന് പറയാൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണെന്ന് സംബന്ധിച്ച് സസൂക്ഷ്മമായിട്ട് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകാം ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം വിലയുണ്ട്. ഈ അഭിപ്രായങ്ങൾ കേട്ടിട്ട് വേണ്ട പൊരുത്തപ്പെടുത്തൽ വരുത്താൻ തക്കണം കഴിയും. ഇനി ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇത് അപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ഇടുന്നത്. എന്നാൽ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് ഇടണമെങ്കിൽ അതനുസരിച്ചുള്ള കമൻസ് വന്നെങ്കിൽ എനിക്കത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുകൊണ്ട് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.